പലർക്കും വീട് പണി ബ്ലോക്ക് ആവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വീട് പണിക്കുള്ള സാധനങ്ങൾ പലതും ഈശാന കോണിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. അങ്ങനെ വെച്ചാലും വീട് പണി തടസ്സപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ഹൈറ്റും വെയിറ്റുമുള്ള സ്ഥലം എവിടെയായിരിക്കണം? കന്നിമൂലയായിരിക്കണം. അത് വീടിലായാലും ശരി തന്നെ, വസ്തുവിലായാലും ശരി. നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് വെച്ചുകൊണ്ട് ഈ സ്ഥലത്തെ ഹൈറ്റും വെയിറ്റും ആക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈശാന കോണ് എപ്പോഴും താന്ന് നിൽക്കണം. ഹൈറ്റ് വെയിറ്റ് കൂടി കന്നിമൂല നിൽക്കണം, ഏറ്റവും താന്ന് ഈശാന കോൺ നിൽക്കണം. പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പേ ഒന്നുകിൽ അവരുടെ സാമ്പത്തികം തീർന്നു പോവുകയോ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും പണി മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റുന്നു എന്നുള്ളത് അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ ചിലത് വീടിന്റെ വാസ്തു പ്രശ്നങ്ങൾ മൂലവും ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് മറ്റു ചില പ്രശ്നങ്ങളുണ്ടാവും. അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റ് അതിനെ 9 തിരിക്കും. അത് നിങ്ങളുടെ വീട് 500 സ്ക്വയർ ഫീറ്റോ 5000 സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കും. 9 തിരിക്കുമ്പോൾ ഇതിന് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. ഇതിൽ ഓരോ ദിക്കുകൾക്കും ഓരോ പേരുണ്ട്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, വടക്ക് പടിഞ്ഞാറ് വായുകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ്. അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും ഹൈറ്റും വെയിറ്റുമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കന്നിമൂലയായിരിക്കണം. അപ്പൊ കന്നിമൂല എന്ന് പറയുമ്പോൾ പലരുടെയും സംശയം, സാറേ അത് വീടിന്റെ കന്നിമൂലയാണോ വസ്തുവിന്റെ കന്നിമൂലയാണോ എന്ന് ചോദിക്കും. വീടിനും ഒരു കന്നിമൂലയുണ്ട്, വസ്തുവിനും ഒരു കന്നിമൂലയുണ്ട്. ഈ 2 കന്നിമൂലയും നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന്റെ കന്നിമൂല, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ ഏറ്റവും ഉയർന്നു നിൽക്കുകയും അതിന് ഹൈറ്റും വെയിറ്റുമായിട്ട് നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് ഈ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് ദിക്കിനെ ഒഴിവാക്കിക്കൊണ്ട് അവർ വീട് വയ്ക്കും. ഉദാഹരണത്തിന് വടക്ക് ദർശനമുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ഈ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളെ എടുത്തുകൊണ്ട് ഇവര് വീട് പണിയും. വീട് പണിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ എത്ര ഏരിയ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇതും വാസ്തു തെറ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒറ്റ ഫ്ലോറേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കന്നിമൂലയ്ക്ക് ഹൈറ്റും വെയിറ്റും കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് വെച്ചുകൊണ്ട് ഈ സ്ഥലത്തെ ഹൈറ്റും വെയിറ്റും ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ഹൈറ്റും വെയിറ്റുമുള്ള സ്ഥലം എവിടെയായിരിക്കണം? കന്നിമൂലയായിരിക്കണം. അത് വീടിലായാലും ശരി തന്നെ, വസ്തുവിലായാലും ശരി. വസ്തുവിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്തുവിന്റെ കന്നിമൂല എപ്പോഴും മണ്ണിട്ട് ഉയർത്തി നിർത്താം. ഇപ്പൊ നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന പാറകള്, അതുപോലെ തന്നെ ഇഷ്ടികകള് ഒക്കെ നമുക്ക് സൗത്ത് വെസ്റ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. അതുപോലെ കുറച്ച് മണൽ ബാക്കി വന്നു, അല്ലെങ്കിൽ എംസാൻഡ് ബാക്കി വന്നു, ഇതൊക്കെ നമുക്ക് സൗത്ത് വെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആ സ്ഥലത്തെ വെയിറ്റും ഹൈറ്റും ആക്കി നിർത്താനായിട്ട് സാധിക്കും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ മൊത്തം ലാൻഡ് ലെവൽ ചെയ്യുമ്പോൾ ഒരു 2 കൂട്ടം മണ്ണ് അല്ലെങ്കിൽ 5 കൂട്ടം മണ്ണെങ്കിലും കന്നിമൂലയിൽ ഇട്ടുകൊണ്ട് ഇതിനെ ഒന്ന് ഉയർത്തി വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈശാന കോണ് എപ്പോഴും താന്ന് നിൽക്കണം. ഹൈറ്റ് വെയിറ്റ് കൂടി കന്നിമൂല നിൽക്കണം, ഏറ്റവും താന്ന് ഈശാന കോൺ നിൽക്കണം. ഈശാന കോണിൽ ഇപ്പൊ പലർക്കും വീട് പണി ബ്ലോക്ക് ആവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവർ പല സാധനങ്ങളും, വീട് പണിക്കുള്ള സാധനങ്ങൾ പലതും ഈശാന കോണിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. അങ്ങനെ വെച്ചാലും വീട് പണി തടസ്സപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഇനി പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്, പുതിയ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവരുടെ വസ്തുവിന്റെ ഈശാന കോണിൽ ഒരു ഷെഡ് പണിഞ്ഞുകൊണ്ട് സിമന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കും. ഇവിടെ ഇറക്കി വെക്കുമ്പോൾ എന്തു പറ്റി? വസ്തുവിന്റെ കന്നിമൂലയിൽ ഒരു നിർമ്മിതി വന്നു, അവിടെ വെയിറ്റ് വരികയും ചെയ്തു. അപ്പം ഇത് വാസ്തുപ്രകാരം തെറ്റാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മണലിറക്കുക, എംസാൻഡ് ഇറക്കുക, അങ്ങനെയുള്ള വീടിന്റെ തട്ടുമുട്ട് സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ കൊണ്ട് ഇറക്കുക, ഇതൊന്നും ഈശാന കോണിൽ പാടില്ല. അപ്പൊ ഇത്തരത്തിൽ ഈശാന കോണിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് പണി തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിലവിൽ വീട് പണിഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് ആ പണി മുന്നോട്ട് പോകുന്നില്ല, അതിനെന്തെങ്കിലും തടസ്സമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗം ഏത് രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ വീടിന്റെ ഓരോ ഘട്ടത്തിലും പണികൾ ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന കന്നിമൂല നിൽക്കുകയും ഈശാന കോണ് താന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ
ഇത്തരത്തിൽ കന്നിമൂല ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഈശാനകോണ് ശ്രദ്ധിക്കുക. ഈശാനകോണിൽ സാധനങ്ങൾ ഇറക്കി വെക്കാതെ അവിടെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് വീടിന് ഒരുപാട് അഭിവൃദ്ധി തരികയും വീടിന്റെ പണി മുടക്കമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വീട് പണി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുടങ്ങിക്കിടക്കുന്ന പണി മുന്നോട്ട് പോകാനും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും നല്ലൊരു ജീവിതം അതിനകത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് ഫെങ്ഷുയിലൂടെ അല്ലെങ്കിൽ പിരമിഡ് വാസ്തുവിലൂടെ ചില മാർഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ഫെങ്ഷു എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനീസ് വാസ്തുകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലയാണ് ഫെങ്ഷു എന്ന് പറയുന്നത്. അപ്പം അവരുടെ ചില സിംബോളിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീടിന്റെ, നമ്മുടെ സ്വീകരണ മുറിയുടെ യഥാസ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് വരികയും നമുക്ക് പല കാര്യങ്ങളിലും മെച്ചമുണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കാവുന്ന ചില സാധനങ്ങൾ ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറി, അതായത് ഹാളിന്റെ തെക്ക് വശത്ത് ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം. ഈ വിക്ടറി ഹോഴ്സ് വലുതുമാകാം ചെറുതുമാകാം, എന്തായാലും അതിൻ്റെ ഒരു എനർജി ഉണ്ടാകും. കൂടുതൽ വലുതാകുമ്പോൾ കൂടുതൽ എനർജി ഉണ്ടാകും. അപ്പോൾ ഇത് വയ്ക്കാം. ഇത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കുതിരകളുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് വീട്ടിൽ വെക്കരുത്. 4 എന്ന് പറയുന്നത് ഫെങ്ഷുയിൽ ഒരു ദോഷസംഖ്യയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് 4 കുതിരകളെ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. 4 എന്ന് പറയുന്ന സംഖ്യ ദോഷം എന്നുള്ളതല്ല, 4 എന്ന് പറയുന്ന കുതിര ഒരു ദോഷമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അവിടെ വെക്കാനായിട്ട് സാധിക്കില്ല. ഒറ്റ കുതിര വെക്കുക. അല്ലെങ്കിൽ ഇത് 9 എന്ന് പറയുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് 9 കുതിരകളുടെ ചിത്രങ്ങളോ രൂപങ്ങളോ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വയ്ക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് സൗത്തിലാണ് ഹോഴ്സ് വെക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? നോർത്താണ്. നോർത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു ലൈവ് അരോന ഫിഷോ വളർത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടാവും. വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന ദുഷിച്ച ശക്തികളെ വീട്ടിൽ കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാൻ കിങ് എന്ന് പറയുന്ന സ്റ്റാച്യു നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെയിൻ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വെക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.